ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എനിക്ക് ശാലിനി ഒന്ന് കാണണം. അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടോ? ഞാനേ അവളുടെ ചേച്ചിയാ. മാഡത്തിന്റെ ചേച്ചി കാണാനെത്തിയിട്ടുണ്ട്. എന്തോ അത്യാവശ്യമാണെന്ന് തോന്നുന്നു. വെയിറ്റ് ചെയ്യാൻ പറയും. ഈ മീറ്റിംഗ് കഴിഞ്ഞ് കാണാം. ശരി മാഡം. നാട്ടി നിർത്തിയാണ്ടല്ലോ ഇവൻ പിന്നെ ചെണ്ടയാ. വന്നോനും പോകുന്നോനും ഒക്കെ ഇരുന്ന് കൊട്ടും. ഈ വിഷ്ണുവിന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിച്ചവർക്ക് അങ്ങനെ ഒരു ഭാഗ്യം കൂടി ഉണ്ട്. അതുകൊണ്ട് പറഞ്ഞ അപ്പൊ പൊക്കോട്ടെ. പോയി പറഞ്ഞേക്ക എല്ലാവന്മാരോടും ഈ വിഷ്ണു വന്നെന്ന്. സത്യഭാമയുടെ മകൻ വിഷ്ണു, സത്യഭാമയുടെ മകൻ വിഷ്ണു. എന്തിനാണ് ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത്? ആരിത്? ഗോപാലകൃഷ്ണനോ? വിജയലക്ഷ്മി, ഒരു വിരുന്നുകാരനുണ്ട്. കാക്ക ഇന്ന് വിരുന്ന് വിളിച്ചപ്പോഴേ ഞാൻ കരുതിയതാ ഇന്ന് ആരെങ്കിലും ഒക്കെ കയറി വരുമെന്ന്. ആ വിരുന്നുകാരനല്ലേ? ഇരിക്കു ഗോപാലകൃഷ്ണ. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയണം, തിരിച്ചു പോകണം. അല്ലാതെ ഇവിടെ താമസിക്കാൻ വേണ്ടി വന്നതല്ല. അതെന്തിനാ പെണ്ണിന്റെ അച്ഛൻ ഇവിടെ ഒന്ന് താമസിക്കുന്നേ? എന്റെ മകൻ ഈ വീട്ടിലേക്ക് കെട്ടിക്കൊണ്ട് വന്നതേ അച്ഛനെ അല്ലായിരുന്നു, മോളെ ആയിരുന്നു. ആ മോൾ എന്താ ഈ വീട്ടിൽ നിൽക്കാത്ത എന്നാ അച്ഛൻ തിരക്കേണ്ടത്. അവളെ മെന്റൽ ഹോസ്പിറ്റലിൽ നിന്നാണ് എന്റെ രണ്ടാമത്തെ മകൾ കൂട്ടിക്കൊണ്ടുപോയത്. ഈ വീട്ടിലേക്ക് കെട്ടിച്ചു വിട്ട എന്റെ മകള് എങ്ങനെ മെന്റൽ ഹോസ്പിറ്റലായി എന്ന് നിങ്ങൾ തന്നെ എന്നോട് പറയേണ്ടി വരും. സാധാരണ മെന്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നത് ആരെയാ? മനോരോഗമുള്ള വ്യക്തികളെയല്ലേ. അല്ലാതെ നോർമൽ അവസ്ഥയിൽ വരുന്നവരെയൊന്നും സാധാരണ മെന്റൽ ഹോസ്പിറ്റലിൽ പിടിച്ചു കിടത്താറില്ല. ഇത് അത് മാത്രമല്ലല്ലോ, ദേഹോപദ്രവം തുടങ്ങിയിരുന്നല്ലോ. എന്റെ കൈത്തണ്ടയിലൊക്കെ കടിച്ച പാടാ. ഒരു ടീറ്റി എടുക്കണമെന്ന് പലവട്ടം ചിന്തിച്ചതാ, നടന്നില്ല. ഇന്നൊരു ജലദോഷപ്പനി വന്നാ മതി, ഞാൻ പേടിക്കും. പല്ലാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഒരു ഇൻഫെക്ഷൻ ഉണ്ടായാൽ തീർന്നില്ലേ എല്ലാം. ഞാനന്ന് നിന്നോട് ഡെറ്റോൾ ഒഴിച്ച് കഴുകാൻ പറഞ്ഞിട്ട് കഴുകായിരുന്നോ? പട്ടി കടിച്ചാൽ അപ്പോ തന്നെ ആ മുറിവിൽ ഡെറ്റോൾ ഒഴിച്ച് കഴുകിയാൽ പിന്നെ അണുക്കൾ നശിക്കുന്നാ പറയുന്നേ. അതെ, ഈ രാജീവിന് സ്വന്തം വീട്ടിലേക്ക് വരാൻ വല്ല ഉദ്ദേശമുണ്ടോ? അവന്റെ ജോലിക്ക് വേണ്ടി പോയിരിക്കല്ലേ. ജോലിയും കൂലിയും ഇല്ലാതെ ഇവിടെ വന്ന് നിന്നിട്ട് എന്താ കാര്യം? പട്ടിണി കിടക്കാനോ? ഒന്നോ രണ്ടോ ദിവസം പെണ്ണുപിള്ളയുടെ കുടുംബശ്രീ ഹോട്ടലിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവന്നേക്കും. എല്ലാ ദിവസവും അത് പറ്റില്ലല്ലോ. അവൻ എന്തായാലും സ്വസ്ഥമായിട്ട് അവിടെ നിന്ന് ജോലി ചെയ്യട്ടെ. നിങ്ങളുടെ മോളെന്തായാലും അവിടെല്ലേ നിൽക്കുന്നേ. അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിന്ന് എങ്ങനെയെങ്കിലും കാലം കഴിച്ചു കൂട്ടി എടുക്കട്ടെ. അല്ലാതെ ഇപ്പൊ ഞാനെന്ത് പറയാനാ? ചേട്ടൻ എന്തോന്നും പറയാതിരിക്കുന്നേ. ഞാൻ മാത്രം പറയുമ്പോ അമ്മായിയമ്മ ഒരു പറയുകയാണെന്നല്ലേ കേൾക്കുന്നവര് പറയുള്ളൂ. ഗോപാലകൃഷ്ണ, ദേ ഉള്ളത് പറയാലോ. നിങ്ങളുടെ മോക്കെ ഭയങ്കര അഹങ്കാരമാ. മേലും കീഴും നോക്കാതെ ആർക്കു മുമ്പിലും വായി തോന്നിയത് വിളിച്ചു പറയും. പിന്നെ മൂത്തവരെ അശേഷം ബഹുമാനമില്ല. അല്ലേ വിജയ്? അതുകൊണ്ടാണോ ഇങ്ങനെയൊരു ഡിവോഴ്സ് ലെറ്റർ വീട്ടിലേക്ക് അയച്ചത്? അല്ല, ഇത് നിങ്ങളുടെ അറിവോടുകൂടിയാണോ അതോ രാജുവിന്റെ ഒറ്റയ്ക്കുള്ള തീരുമാനമാണോ? ഭാര്യയെ വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള പക്വതയും പ്രായവും ഒക്കെ അവനുണ്ട്. കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. പിന്നെ
അവനൊപ്പിടാതെ ആ ലെറ്റർ അങ്ങോട്ട് വരികയില്ലല്ലോ. ഞങ്ങൾക്ക് എന്തായാലും ഈ ബന്ധം ഏർപ്പെടുത്താൻ ഉദ്ദേശമില്ല. നിയമപരമായി ഇതിനെ നേരിടാൻ തന്നെയാണ് ഉദ്ദേശം. ഇപ്പൊ അവൾ ഒറ്റയ്ക്കല്ലല്ലോ, ഉള്ളിലൊരു കുഞ്ഞു ജീവൻ കൂടി വളരുന്നില്ലേ. അതുകൊണ്ട് നമുക്ക് കോടതിയിൽ വെച്ച് കാണാം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പീഡിപ്പിക്കാൻ ഞാൻ എൻ്റെ മോളെ വിട്ടു തരില്ല. അതൊന്ന് നേരിട്ട് കണ്ട് പറയാൻ വേണ്ടി തന്നെ വന്നതാ. രാജീവ് വിളിക്കുകയാണെങ്കിലേ അവനോട് പറഞ്ഞേക്ക് ഗോപാലകൃഷ്ണൻ നിയമത്തിന്റെ വഴിക്ക് പോവുകയാണെന്ന്. ഓ ഓ ഓ ഗോപാലകൃഷ്ണൻ അപ്പൊ രണ്ടും കൽപ്പിച്ചാണ്. രണ്ടും കൽപ്പിച്ചോ നാലും കൽപ്പിച്ചോ വരട്ടെ. ഈ വിജയലക്ഷ്മി ആരാണെന്ന് അയാളും മോളും അറിയാൻ പോകുന്നേ ഉള്ളൂ. ഹ്, ഇനി അവളെ ഈ വീട്ടിലേക്ക് ഞാൻ കയറ്റില്ല. തീരുമാനം എടുത്തിരിക്കുന്നതേ വിജയലക്ഷ്മിയാ. കറക്റ്റാ. മെഡിക്കൽ കോളേജിലെ പ്രശ്നങ്ങൾക്കെല്ലാം നമ്മുടെ ഈ 1-2 സിറ്റിംഗിൽ പരിഹാരം കാണുമെന്നല്ല ഞാൻ പറയുന്നത്. കാലാകാലങ്ങളിലായി അവിടെ നടക്കേണ്ട പല നവീകരണ പ്രവർത്തനങ്ങളും നടക്കുന്നില്ല. അതെന്തൊക്കെയാണെന്നും ഏതെല്ലാം വിഭാഗങ്ങളിലാണ് പോരായ്മകൾ വന്നിട്ടുള്ളതെന്നും മനസ്സിലാക്കി പരിഹരിക്കാനുള്ള വഴി കാണണം. അതാണ് നമ്മൾ ഈ മീറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിലെ രാധ എസ് മേനോൻ അന്ന് ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുകയുണ്ടായി. എത്രേ? 100 രൂപ. അല്ല, എന്താ ഇവിടെ? എനിക്ക് ശാലിനി ഒന്ന് കാണണം. അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടോ? ഞാനേ അവളുടെ ചേച്ചിയാ. ഞാൻ വന്നിരിക്കുന്നു എന്ന് ചെന്ന് പറഞ്ഞാ മതി. മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് എടുക്കാതെ കാണാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അയ്യോ മാഡം തിരക്കില്ല, ഒരു മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുക. ഞാനൊന്ന് പറഞ്ഞു നോക്കാം. എക്സ്ക്യൂസ് മീ മാഡം. യെസ്. മാഡം, മാഡത്തിന്റെ ചേച്ചി കാണാനെത്തിയിട്ടുണ്ട്. എന്തോ അത്യാവശ്യമാണെന്ന് തോന്നുന്നു. വെയിറ്റ് ചെയ്യാൻ പറയും, ഈ മീറ്റിംഗ് കഴിഞ്ഞ് കാണാം. ശരി മാഡം. അപ്പൊ പറഞ്ഞു വന്നത് മെഡിക്കൽ കോളേജിലെ ഈ പ്രശ്നങ്ങളുടെ